എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിലെ പ്രഥമ അധ്യായത്തിലെ പ്രഥമ ശ്ലോകമാണ് നോക്കിയത്. ഭഗവത്ഗീതയെക്കുറിച്ചൊരു ഏകദേശ രൂപം നമ്മൾ നോക്കിക്കണ്ടു. എന്താണ് ഗീതയെന്നറിഞ്ഞു. ഇവിടുത്തെ പ്രഥമ ശ്ലോകത്തിൻ്റെ മഹത്വവും നമുക്കറിയാം. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രമാകുന്ന, എപ്പോഴും ഓർത്തു വയ്ക്കണം, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനായി തയ്യാറായി നിൽക്കുന്ന എൻ്റെ മക്കളും പാണ്ഡവരും കിമകുർവത സഞ്ജയ, എന്തു ചെയ്തു? കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനൻ്റെ കൂടെയാണെന്ന് ധൃതരാഷ്ട്രർക്ക് അറിയാം. അതിലുപരി ധർമ്മവും പാണ്ഡവപക്ഷത്താണെന്നുള്ള കാര്യത്തിൽ ധൃതരാഷ്ട്രർക്ക് തർക്കമില്ല. എന്നാൽ ഒരിക്കലും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയെ അംഗീകരിക്കാൻ ധൃതരാഷ്ട്രർ ഒരു പക്ഷേ തൻ്റെ മകൻ്റെ അഭിപ്രായം കൊണ്ടാവാം ധൃതരാഷ്ട്രർ തയ്യാറല്ല. ധർമ്മക്ഷേത്രത്തിലാണ് ആ യുദ്ധം നടക്കുന്നതെന്നും ധൃതരാഷ്ട്രർക്കറിയാം. ധർമ്മം പാണ്ഡവപക്ഷത്താണെന്നും ധൃതരാഷ്ട്രർക്കറിയാം. ഏറ്റവും മഹത്തായ കാര്യം, യുദ്ധത്തിന് തയ്യാറായി പോകുന്ന സമയത്ത് ഗാന്ധാരിയുടെ അനുഗ്രഹം വാങ്ങാൻ പുത്രന്മാർ ചെല്ലുമ്പോൾ ഗാന്ധാരി ദേവി അനുഗ്രഹിക്കുന്നതും യഥോ ധർമ്മ തതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയിക്കട്ടെ. അതങ്ങനെയാണ് കാലം, ഏത് കാലത്തും. അധർമ്മം കുറേ കാലം കൊടി കുത്തി വാഴും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ അവസാന വിജയം ധർമ്മത്തിനായിരിക്കും. അതുതന്നെയാണ് മഹാഭാരത യുദ്ധം കാണിക്കുന്ന ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ ഇനി സഞ്ജയനാണ് പറഞ്ഞു തുടങ്ങുന്നത്. ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് സഞ്ജയൻ പറയുന്നത്. നമുക്ക് നോക്കാം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനഃ തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. വാക്കുകൾ എപ്പോഴും സംസ്കൃതം പഠിക്കുമ്പോൾ, ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ പദച്ഛേദം ഏറ്റവും അനിവാര്യമാണ്. പദങ്ങളെ അറിയുക. ഇവിടെ നമുക്ക് പദങ്ങളെ അനുസരിച്ച് നോക്കാം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ദുര്യോധനഃ തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. അബ്രവീത് എന്ന് വെച്ചാൽ പറഞ്ഞു. സഞ്ജയൻ ഉവാച, സഞ്ജയൻ പറയുകയാണ്. തഥാ, അപ്പോൾ. രാജ, ഇവിടെ രാജാവെന്ന് ഉദ്ദേശിക്കുന്നത് ദുര്യോധനനാണ്. വ്യൂഢം എന്ന് വെച്ചാൽ വ്യൂഹീകരിച്ച, പാണ്ഡവാനീകം പാണ്ഡവരുടെ സൈന്യത്തെ, ദൃഷ്ട്വാതു കണ്ടിട്ട്, ആചാര്യം ഉപസംഗമ്യ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട്, വചനം ഇപ്രകാരമുള്ള വാക്ക് അബ്രവീത് പറഞ്ഞു. സഞ്ജയൻ പറയുകയാണ്, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ എന്താ പറയുന്നത് നമുക്ക് പിന്നീട് നോക്കാം. ഇത് ആ ശ്ലോകത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അതാണ്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാവചനമബ്രവീത്. നമുക്കറിയാം, ജനനം മുതൽക്കേ അന്ധനായിരുന്നു ധൃതരാഷ്ട്രൻ. നിർഭാഗ്യവശാൽ ആധ്യാത്മികമായ വീക്ഷണവും അദ്ദേഹത്തിനില്ല. ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളും അത്ര തന്നെ അന്ധരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതിന് കാരണം എന്താണെന്ന് ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. കാരണം അമ്മയാണ് മക്കളിൽ സാംസ്കാരിക പൈതൃകം പകർന്നു നൽകേണ്ടത്. ഇവിടെ ഒരു പരിധിവരെ അച്ഛന്മാർക്ക് സ്വാധീനം മക്കളുടെ ജീവിതത്തിൽ ചെലുത്താൻ കഴിയും. പക്ഷേ ഇവിടെ ധൃതരാഷ്ട്ര അന്ധനാണ്. അതായത് ഉൾക്കണ്ണിന് പോലും കാഴ്ചയില്ലാത്തവനാണ് ധൃതരാഷ്ട്രൻ എന്നാണ് പരമാർത്ഥം. അതിൻ്റെ കൂടെ പാതിവൃത്യധർമ്മം അനുഷ്ഠിക്കുക എന്ന പേരിൽ
ഗാന്ധാരി ദേവി തൻ്റെ കണ്ണു മൂടിക്കെട്ടിയപ്പോൾ ആ 100 പുത്രന്മാരുടെയും കണ്ണു മൂടപ്പെട്ടുന്നതിന് തുല്യമായി എന്നുള്ളത് പരമാർത്ഥമാണ്. അപ്പം അവരെ ദുര്യോധനാദികളെ കുറ്റം പറയാൻ പറ്റില്ല. അവരധർമ്മികളായി പോയത് മാതാപിതാക്കളുടെ ചെയ്തികളുടെ ഫലമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അവർ പിന്നെ ഈ പവിത്രമായ സ്ഥലത്തിൻ്റെ സ്വാധീന ശക്തിയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട്. ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെ ചോദിച്ചതിൻ്റെ ഉദ്ദേശം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു. തീർത്ഥസ്ഥലത്തിൻ്റെ സ്വാധീന ശക്തിക്ക് അധീനരായി ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിന് ഒരുങ്ങാത്തിടത്തോളം യുദ്ധം അനിവാര്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് യുദ്ധരംഗം സജീവമായി കഴിഞ്ഞു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 2 സേനയും നിരന്നു കഴിഞ്ഞു. അവിടെ പാണ്ഡവരുടെ വ്യൂഹത്തെ ചമയ്ക്കുന്നത് കണ്ടുകൊണ്ട്, പാണ്ഡവരുടെ വ്യൂഹം അവിടെ സൈന്യാധിപൻ ചമയ്ക്കുകയാണ്. ആ സൈന്യാധിപനെ കൂടെ അറിയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ വാക്കിൻ്റെ കുറേ പൂർണ്ണമായ അർത്ഥം നമുക്ക് കിട്ടും. ആ സൈന്യത്തെ കണ്ട ദുര്യോധന മഹാരാജാവ് ആചാര്യൻ്റെ മുമ്പിൽ, ഇവിടെ ആചാര്യൻ സൈന്യാധിപന്മാരിൽ ഒരാളായി നിലകൊള്ളുന്ന ദ്രോണാചാര്യനാണ്. ആ ദ്രോണാചാര്യരുടെ മുമ്പിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അതെന്താണ് പറഞ്ഞതെന്നു കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്തൊരു ശ്ലോകം കൂടി പഠിക്കാം. പശ്യ ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഒരിക്കൽ കൂടി നോക്കിക്കോളൂ. പശ്യ ഏതാം, പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ, പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഒരു സന്ദേശം കൂടി, നല്ല സന്ദേശം കൂടിയാണ് ദുര്യോധനൻ ദ്രോണാചാര്യരെ തന്നെ തേടി പിടിച്ചിട്ട് ദ്രോണാചാര്യരോട് പറയുകയാണ്, ആചാര്യ ഗുരു തവ അങ്ങയുടെ ശിഷ്യേണ ശിഷ്യനായും ധീമത ബുദ്ധിമാനായും ഇരിക്കുന്ന, ധീ എന്ന് വെച്ചാൽ ബുദ്ധി, ബുദ്ധിമാനുമായിരിക്കുന്ന ദ്രുപദപുത്രേണ ദ്രുപദപുത്രനാൽ വ്യൂഢാം വ്യൂഹീകരിക്കപ്പെട്ട മഹതി മഹത്തായ പാണ്ഡുപുത്രാണാം പാണ്ഡുപുത്രന്മാരുടെ ഏതാം ചമും ഈ സേനയെ പശ്യ കാണുക. ആരാണ് ചമച്ചിരിക്കുന്നത്? അവിടെ എന്താണ് ഉദ്ദേശം? പാണ്ഡവരുടെ സൈന്യത്തെ, അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയും ആയ ദ്രുപദപുത്രൻ ഒരുക്കിയ ആ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഒന്ന്, ഒരു സുപ്രീം കമാൻഡർ എന്ന നിലയിൽ തൻ്റെ കമാൻഡർമാർക്ക് സേനയെ പരിചയപ്പെടുത്തുകയാണ്, ശത്രുസേനയെ. സ്വീകാര്യമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ പാണ്ഡവരുടെ സൈന്യാധിപൻ ഭീഷ്മരാണ്. അത് കഴിഞ്ഞാൽ ഉപസൈന്യാധിപൻ ദ്രോണരാണ്, കൃപരാണ്. അങ്ങനെ സൈന്യങ്ങളെ വ്യൂഹീകരിച്ചു കഴിഞ്ഞു ഇവരെല്ലാവരും. സുപ്രീം കമാൻഡർ ദുര്യോധനൻ തന്നെയാണ്. സുപ്രീം കമാൻഡറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഓപ്പോസിറ്റ് സേനയെക്കുറിച്ച് തൻ്റെ കമാൻഡർമാർക്കുള്ള അറിവ് പകർന്നു കൊടുക്കേണ്ട അനിവാര്യമാണ്. പക്ഷെ ഇവിടെ ദ്രുപദപുത്രനെ കാട്ടിക്കൊണ്ട് ദ്രോണാചാര്യരോട് പറയുന്നു, ദ്രുപദപുത്രനാണ്, ദൃഷ്ടദ്യുമ്നനാണ്, യാതൊരു സംശയവുമില്ല. ദൃഷ്ടദ്യുമ്നൻ എന്തിനു വേണ്ടി ഉണ്ടായതാണ്? ദ്രോണരെ കൊല്ലാൻ വേണ്ടി ഉണ്ടായതാണ്. ദ്രോണരെ വധിക്കാൻ വേണ്ടി സൃഷ്ടിച്ച പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ. ദ്രോണരുടെ ശിഷ്യനുമാണ്. ദൃഷ്ടദ്യുമ്നെ പഠിപ്പിച്ചു. ദ്രോണരും ശരിക്കും സുഹൃത്തുക്കളായിരുന്നു, വളരെ വലിയ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് അവർ ശത്രുക്കളായി മാറിയ കഥയൊക്കെ നമ്മൾ മഹാഭാരതത്തിലും പലയിടത്തും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ശത്രുത പിന്നെ മിത്രമായി മാറി. പക്ഷേ ദ്രുപദൻ്റെ മനസ്സിനുള്ളിൽ ശത്രുത ഉണ്ടായിരുന്നു. ആ ശത്രുതയുടെ ഭാഗമാണ് ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നനാണ്
പാണ്ഡവസേനയെ ഒരുക്കി നിർത്തുന്നതെന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നതിൻ്റെ അർത്ഥം തങ്ങളുടെ ശിഷ്യനാണെന്ന് മാത്രമല്ല പറഞ്ഞേ, നിങ്ങളെ കൊല്ലാൻ വ്രതമെടുത്തവൻ തന്നെയാണ്. തൻ്റെ സൈന്യാധിപനെ ആ വീര്യം കുത്തിവെച്ച് കൊടുക്കുന്ന രീതിയിലുള്ള അല്ലേ, ഒരു വീര്യം കുത്തിവെച്ച് കൊടുക്കുന്ന അതിൻ്റെ ആത്മവിശ്വാസം ഇത് ചെയ്യുന്ന ശത്രു സൈന്യത്തോടുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായം കൂടിയായി നമുക്കിതിനെ കരുതുന്നു. നയതന്ത്രജ്ഞനാണ് ദുര്യോധനൻ, സർവ്വസൈന്യാധിപനുമാണ്. എന്നാൽ ഇപ്പോൾ സൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദ രാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ സുഹൃദ്ബന്ധം, രാഷ്ട്രീയ വൈര്യം, ആ സുഹൃദ്ബന്ധം രാഷ്ട്രീയ വൈര്യമായി തീർന്നു. തൽഫലമായി ദ്രുപദ രാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ളൊരു പുത്രനുണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ എന്ന കാര്യത്തിൽ മറക്കണ്ട. അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ് ദൃഷ്ടദ്യുമ്നൻ പഠിച്ചതും. ഇതെല്ലാം കൂടി കലർത്തിക്കൊണ്ടാണ് ദുര്യോധനൻ ഈ വാക്ക് പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത, തവ ശിഷ്യേണ ധീമത. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരു ശ്ലോകത്തിൽ ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി സഞ്ജയൻ പറയുന്നു, ദൃഷ്ട്വാതു പാണ്ഡവാനീ സഞ്ജയ ഉവാച ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. അടുത്ത ശ്ലോകത്തിൽ പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഹരിയോ. കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും, കൂടുതൽ അർത്ഥവത്തായ കാര്യങ്ങളിലേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിൽ സാമൂഹ്യ ബന്ധങ്ങളുമായിട്ടും ഇനി വരാൻ പോകുന്ന തലമുറയുടെ കാര്യങ്ങളുമൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലൂടെ മുന്നോട്ട് നീങ്ങാം. എല്ലാ സജ്ജനങ്ങളും ഇത് വീക്ഷിക്കും എന്ന വിശ്വാസത്തോടെ ഹരിയോം. ജയ ശ്രീറാം.